ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്നത്തെ വീഡിയോ ഞാനിന്നൊരു ക്ലീനിങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം ഇതെൻ്റെ വീടിൻ്റെ ബാക്ക് സൈഡാണ്. ബാക്ക് സൈഡ് എന്ന് പറയാമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഒരു സൈഡ്. അപ്പം ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്ത്, ഇത് മുഴുവനും വളരെ അലങ്കോലമായി കിടക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണമെന്ന് കുറച്ചധികം നാളായിട്ട് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഓൾറെഡി നമ്മുടെ വീഡിയോ റണ്ണിങ് ആണ്. ഞാൻ വോയിസ് ഓവറാണ് കൊടുക്കുന്നത്. ബിക്കോസ് പുറത്ത് വീടിൻ്റെ സൗണ്ട്, പിന്നെ ഇവിടെ അടുത്ത ആൾക്കാർ പണിയുന്നുണ്ട്. അപ്പോൾ കല്ലെടുത്ത് മറ്റേ JCBയിൽ കല്ലെടുത്ത് ഇറക്കുന്ന അങ്ങനത്തെ കുറേ സൗണ്ടുകളും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ വോയിസ് ഓവറായിട്ട് കൊടുക്കാമെന്ന്. എൻ്റെ സൗണ്ട് ചെറിയൊരു ഇതുണ്ട്, ബിക്കോസ് എനിക്ക് ത്രോട്ട് പെയിനും ജലദോഷമൊക്കെ ആയിരുന്നു. വീഡിയോ എടുത്ത് വെച്ചിട്ട് കുറച്ച് ദിവസം ആയായിരുന്നു. പക്ഷേ എഡിറ്റ് ചെയ്യാൻ, വോയിസ് ഓവർ കൊടുക്കാനായിട്ട് എനിക്ക് പറ്റില്ല. എഡിറ്റ് ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു, വോയിസ് ഓവർ കൊടുക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം എന്തായാലും നമുക്ക് വീഡിയോ കാണാം. എല്ലാവരും സ്കിപ്പ് ചെയ്ത വീഡിയോ കാണണം. ഞാനിവിടെ കുറച്ച് ദിവസമായിട്ട് കേട്ടോ ഞാനിതിങ്ങനെ അടിച്ചു വാരണം, ക്ലീൻ ചെയ്യണം. മൊത്തം ഈ ചുക്കിരി വലയായിട്ട് മൊത്തം ഇങ്ങനെ വല കെട്ടി കിടക്കുക. അപ്പം ഞാനിങ്ങനെ വിചാരിച്ചായിരുന്നു, ഇനി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഭയങ്കര അസ്വസ്ഥത കാണുമ്പോഴത്തേക്കും. അപ്പോൾ എനിക്കൊരു മൂഡ് തോന്നണം. അത് മീൻസ് അത് ചെയ്യണം, ഇത് ചെയ്യണം എന്നുള്ളൊരു ഇത് തോന്നുമ്പോൾ മാത്രമാണ് ഞാൻ ചെയ്യാറുള്ളൂ. അപ്പം അങ്ങനെ ഒരു തോന്നലിൽ ഇറങ്ങി പുറപ്പെട്ടതാട്ടോ ഞാനിത്. എല്ലാവർക്കും എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്കിങ്ങനെയാണ് മെയിനായിട്ട് ഈ പീരിയഡ്സൊക്കെ ആവണ സമയത്ത് ഞാനിങ്ങനെ വയറുവേദന, നടുവേദനയൊക്കെ ഉണ്ടാകും. പക്ഷേ എനിക്ക് ആ സമയത്താണ് കുറച്ചധികം ജോലികളൊക്കെ ചെയ്യാനായിട്ട് തോന്നണേ. പക്ഷേ ഇപ്പം അങ്ങനെയല്ല കേട്ടോ. ഇപ്പം ഞാൻ മൈൻഡ് റെഡിയാക്കി വെച്ചേക്കും, എനിക്കിത് ചെയ്യണം, ഇന്ന് എനിക്കിത് ചെയ്ത് ക്ലീൻ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടത്തില്ല എന്നുള്ള രീതിയിൽ. അപ്പം ഞാൻ അതുകൊണ്ട് ഓടി നടന്ന് ചെയ്യുക കേട്ടോ. ഞാനിവിടെ ക്ലീൻ ചെയ്യുമ്പം ഈ അച്ഛൻ്റെ വണ്ടി വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് ദിവസമായിട്ട് ആൾ വാഷ് ചെയ്യണം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കും. ലീവ് കിട്ടുന്ന സമയത്തും ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്താണ് നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആളതുകൊണ്ട് അവിടെ വണ്ടി വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, സ്കൂട്ടി വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ആളതിൻ്റെ തിരക്കിലും ഞാൻ ഇതിൻ്റെ തിരക്കിലും. അപ്പോൾ ഈ ടേബിൾ എവിടെ നിന്നാന്ന് ഒരു പ്രാവശ്യം ഞാൻ പഴയ വീഡിയോ ഇട്ടപ്പോൾ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ ടേബിള് നല്ല ടേബിളാട്ടോ. ഇത് നമുക്ക് ഗിഫ്റ്റായിട്ട് കിട്ടിയ ടേബിളായിരുന്നു. എന്ന് വെച്ചാൽ ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ യൂസ് ചെയ്യാതെ ഇരുന്നിട്ട്, മീൻസ് അവർ യൂസ് ചെയ്യുന്നില്ലായിരുന്നു, അപ്പോൾ നമുക്ക് ഇങ്ങനെ തന്നതായിരുന്നു. അപ്പം നമ്മളത് ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ടെന്ന് വെച്ചാൽ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് അതിൻ്റെ മേളിലെടുത്ത് വെക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല ടേബിളാണത്. അപ്പോൾ പക്ഷെ അകത്തേക്ക് കയറ്റാൻ പറ്റത്തില്ല, വീടിനുള്ളിലേക്ക് കയറ്റാനായിട്ട് പറ്റത്തില്ല. കാരണം അത് ഭയങ്കര വലുപ്പമുള്ള ടേബിളാണ്. അപ്പോൾ അതുകൊണ്ട് വീടിനുള്ളിലകത്തേക്ക് കയറ്റത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ പുറത്തിട്ടേക്കുന്നത്. അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ക്ലീൻ ചെയ്ത് വെക്കാറുണ്ട്. തുടച്ചിട്ട് എന്തെങ്കിലും സാധനങ്ങളൊക്കെ എൻ്റെ മേളിലെടുത്ത് വെക്കും, അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്ത് എടുത്ത് വെക്കണം, അതാണുള്ളത്. ഇടയ്ക്കാണ് വീഡിയോ കട്ടായി പോകുന്നുണ്ട്. കട്ടാക്കുന്നതായിട്ട് എനിക്കാണെങ്കിൽ ഇടയ്ക്ക് ചുമ വരുമ്പോൾ അങ്ങനെ. സക്സസ്ഫുള്ളി ഒരു സെഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇത്ര നേരം നമ്മൾ വോയിസ് ഓവറായിരുന്നു കൊടുത്തിരുന്നത്, ബിക്കോസ് പുറമേ നിന്ന് വീടിൻ്റെ സൗണ്ടൊക്കെ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓൺ വോയിസ് കൊടുത്തു കഴിയുമ്പോൾ ഭയങ്കര സൗണ്ടായിരിക്കും. അല്ലെങ്കിൽ ഞാൻ വീഡിയോ ചെയ്യുമ്പം ഇങ്ങനെ ഓൺ വോയിസ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം ഇപ്പം മഴക്കാലം കൂടെ ആയതുകൊണ്ട് ഭയങ്കര വീടിൻ്റെ സൗണ്ടാണ്. അത് ഫുള്ള് റബ്ബർ തോട്ടം കേട്ടോ. അപ്പം ഒബിയസ്ലി വരും. അപ്പം ഞാൻ ഒരു സൈഡ് ക്ലീൻ ചെയ്തിട്ട് ഇട്ടു. ഇനി നെക്സ്റ്റ് സൈഡിലേക്ക് പോവാം. ഒരു സൈഡ് ക്ലീൻ ചെയ്തിട്ടു കേട്ടോ. ഇതാട്ടോ അത് കാണുന്നത്. കുഴപ്പമില്ലാത്ത രീതിയിൽ പറ്റുന്ന പോലെയൊക്കെ ഞാൻ ചെയ്തിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെയും കൂടെ വൃത്തിയാക്കണം. അവിടെ തന്നെ വൃത്തിയാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനൊരു പരുവായിരുന്നു. അതിൻ്റെ സൗണ്ട് കേട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനിയിപ്പം ഇവിടെ ചെയ്യണം. ഇവിടെ അങ്ങേ സൈഡിലായിട്ടൊരു ടേബിൾ കിടപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ കാലൊടിഞ്ഞിരിക്കുക. അതിൻ്റെ മേളിൽ ടൈലിട്ടിട്ട് എന്തോ അവർ നേരത്തെ ഇവിടെ ഇരുന്നതാട്ടോ, നമ്മൾ യൂസ് ചെയ്യുന്നൊന്നുമില്ല, അവിടെ ഇരുന്നതാണ്. അപ്പോൾ അത് എടുത്ത് മാറ്റണം എന്നുണ്ടായിരുന്നു. ഇച്ചാനെ വിളിച്ചിട്ട് എടുത്ത് മാറ്റാൻ വേണ്ടിയിട്ട് ഇരുന്നതാണ്. പിന്നെ അതെടുത്ത് മാറ്റി നമ്മൾ എവിടെ കൊണ്ട് ഇടും എന്നുള്ളൊരു ഓപ്ഷൻ ഉള്ളതുകൊണ്ട് ഞാൻ ജസ്റ്റ് പൊടിയും കാര്യങ്ങളൊക്കെ തൂത്ത് അവിടെ തന്നെ അതങ്ങ് വെച്ചു. ഇനി അതിൻ്റെ മേളിൽ എന്തോ കുറച്ച് സാധനങ്ങളും കൂടെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് തന്നെ അവിടെ തന്നെ ഇരിക്കട്ടെ. ഇനി എടുത്തത് അങ്ങനെ നാശാക്കി കളയണ്ടല്ലോ, അത് അവിടെ തന്നെ ഇരുന്നതായിരുന്നു. അപ്പം ഞാൻ അവിടെ ഉണ്ടായിരുന്ന സാധനങ്ങൾ ഇതൊന്നും ആവശ്യമില്ലാത്ത സാധനങ്ങളാട്ടോ. ഇനിയിപ്പോൾ അത് എവിടെ കൊണ്ടേ കളയുമെന്ന് അറിയത്തില്ല. അപ്പോൾ അത് ആവശ്യമില്ലാത്ത സാധനങ്ങളാണ്. അപ്പം
അതെടുത്തുകൊണ്ട് ഞാൻ ഒരു ചാക്കിൽ ആക്കിയിട്ട് ഒരു മൂലയിലെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ക്ലീൻ ചെയ്യുന്നു. ഞാനൊരു തോർത്തൊക്കെ വലിച്ച് മുറുക്കി കിട്ടി കേട്ടോ. ഞാൻ ക്ലീൻ ചെയ്യണേ. എനിക്ക് അറിയാം, മീൻസ് ക്ലൈമറ്റ് മാറുമ്പോൾ എനിക്ക് അസുഖങ്ങൾ വരുന്നതാണ്. എന്ന് വെച്ചാൽ അസുഖങ്ങൾ, ത്രോട്ട് പെയിന്, ജലദോഷം, പനി അതൊക്കെ വരും. അപ്പം ഞാനിത് ടൈറ്റായിട്ട് കെട്ടിയിട്ട് ഞാനൊരു മാസ്ക് എടുത്ത് വെച്ചിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് തോർത്ത് വെച്ച് കെട്ടുകയാണ് ചെയ്തത്. അപ്പോൾ എനിക്ക് ശ്വാസം വിടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനത് ഊരി മാറ്റിയിട്ട് തോർത്ത് തന്നെ എടുത്ത് വെച്ചു. ഇത് തന്നെ എനിക്ക് അസ്വസ്ഥതയാട്ടോ. കോവിഡിൻ്റെ സമയത്തൊക്കെ ആണെങ്കിലും ഡ്യൂട്ടിയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് നമ്മൾ ഫുള്ള് പ്രിക്കോഷൻസൊക്കെ എടുത്തിട്ടാണ് നമ്മളത് മീൻസ് പേഷ്യൻറ്റിനെ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ വരെ എനിക്ക് ഭയങ്കര അസ്വസ്ഥത. ഒരു മാസ്ക് വയ്ക്കുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര അസ്വസ്ഥതയാണ്. അപ്പം ഇതിപ്പോൾ ചെയ്യുമ്പോൾ ഇപ്പോൾ നമ്മുടെ സേഫ്റ്റിയാണ്, നമ്മുടെ പ്രൊട്ടക്ഷൻ നമ്മൾ നോക്കണം. അപ്പോൾ ആ ഒരു ഇതുകൊണ്ട് മാത്രമായിട്ട് ഞാൻ ഈ തോർത്തൊക്കെ വെച്ച് കെട്ടി. കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ മടുത്തു. എന്തൊക്കെയോ ഇങ്ങനെ ആലോചിച്ച് പറയുന്നുണ്ട്. ഞാൻ സത്യമായിട്ട് മടുത്തിട്ടോ. ഇനി അത് ഊരിയിട്ടൊന്നും കൂടെ കെട്ടും. പക്ഷെ പൊടിയാണ്, അസ്വസ്ഥത കൊണ്ടാണ് ഞാനത് ഊരിയിട്ടോ. ഞാൻ വോയിസ് ഓവർ കൊടുത്തുകൊണ്ടിരുന്ന സമയത്ത് ഇടയ്ക്കൊരു കോളും കാര്യങ്ങളൊക്കെ വന്നായിരുന്നു. ഫോൺ സൈലൻ്റ് ആയതുകൊണ്ട് സൗണ്ടൊന്നും കേട്ടില്ല. അപ്പം തന്നെ ഞാനൊന്ന് കട്ട് ചെയ്താ കേട്ടോ. ഇനി കുറച്ചും കൂടെ ഉള്ളൂ. ഇവിടെ ഒന്ന് അടിച്ചു വാരി ക്ലീൻ ചെയ്യണം, മീൻസ് അടിച്ചു വാരി കളയണം. അത്രയും കൂടെ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ സമാധാനം. മൊത്തം ഞാൻ വേർത്ത് കുളിച്ചൊരു പരുവത്തിലായിട്ടോ. അതങ്ങനെയാണല്ലോ, നമ്മൾ ക്ലീൻ ചെയ്യാനായിട്ട് ഇറങ്ങുമ്പോൾ അങ്ങനെയാണ് നോർമലി. അപ്പം വേറെന്താ, എല്ലാവർക്കും സുഖമാണെന്നൊക്കെ വിശ്വസിക്കുന്നു. എല്ലാവരും എൻ്റെ വീഡിയോസൊക്കെ കാണുന്നതിലും എനിക്ക് കമൻറ്റ് ഇടുന്നതിലും, മീൻസ് വീഡിയോയുടെ ഇടയിൽ കമൻറ്റ് ഇടുന്നതിലും ഒക്കെ ഒത്തിരി താങ്ക്സ് ഉണ്ട് കേട്ടോ. ഇനിയും വീഡിയോസൊക്കെ കാണണം, സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, അപ്പം ഞാൻ ഡെയിലി വ്ലോഗ് ഇട്ടാലോ എന്ന് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. എല്ലാവരുടെയും അഭിപ്രായം എന്താണെന്ന് എന്നോട് പറയണേ. ഞാൻ നേരത്തെ ഡെയിലി വീഡിയോസ് ഇടുമായിരുന്നു. പിന്നെ അപ്പോഴത്തേക്കും കുറേ ഗ്യാപ്പ് വന്നു. ഇപ്പം ഞാൻ പ്രസൻ്റ്ലി ഞാൻ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഓൾട്ടർനേറ്റ് ഡേ ആണ് ഞാൻ വീഡിയോ ഇടാനായിട്ട് ഇപ്പം അങ്ങനെയാണ് ചെയ്തുകൊണ്ട് പോകുന്നത്. ഷോർട്ട് വീഡിയോസ് ഇടും, ലോങ് വീഡിയോസ് എന്ന് പറഞ്ഞാൽ ഓൾട്ടർനേറ്റ് ഡേ ആണ് ഇടുന്നത്. കാരണം നമ്മൾ വീഡിയോ എടുത്ത് വെച്ച് അത് എഡിറ്റ് ചെയ്യാനും വോയിസ് ഓവർ ഉണ്ടെങ്കിൽ അത് കൊടുക്കാനും പിന്നെ ഒക്കെ ചെയ്യാനായിട്ടുള്ള സമയം നമുക്ക് ഇല്ല. അപ്പോൾ അതനുസരിച്ചാണ് ഞാൻ ഒരു ദിവസം ഓൾട്ടർനേറ്റ് ഡേ ആയിട്ട്. അപ്പം ഞാൻ വിചാരിക്കുന്നു ഡെയിലി വ്ലോഗ് ഇട്ടാലോ എന്ന്. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് എന്നോട് പറയണം കേട്ടോ. അതിന് ഇടയ്ക്ക് ഞാൻ വന്നിട്ട് പുറത്തേക്കൊക്കെ വെച്ച് ഞാനവിടെ വണ്ടി വാഷ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ സ്കൂട്ടർ വാഷ് ചെയ്തിട്ട് വേണം കാർ പോർച്ച്. ഞങ്ങൾക്ക് ഇവിടെ ഒരു കാർ പോർച്ചുണ്ട്. അവിടെ ഞങ്ങളുടെ ഓണറിൻ്റെ സൈഡിൽ, മീൻസ് ഓണർ താമസിക്കുന്ന ആ സൈഡിലായിട്ടൊരു കാർ പോർച്ച് ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ഞങ്ങളുടെ കാർ ഇട്ടേക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഇട്ടിട്ടുണ്ടെങ്കിൽ സ്പേസ് കിട്ടത്തില്ല. അപ്പോൾ സ്കൂട്ടി ഇവിടെ ഇട്ടിട്ട് കാർ അവിടെ ഇടുന്നത്. അപ്പോൾ ഇനി സ്കൂട്ടി വാഷ് ചെയ്തിട്ട് അത് അവിടെ കൊണ്ടിട്ടിട്ട് കാർ എടുത്തുകൊണ്ട് വന്ന് അത് വാഷ് ചെയ്യണം. കാരണം ചെറിയൊരു ചാറ്റൽ മഴ ഉണ്ടായിരുന്നു. അപ്പോൾ പുറത്ത് നിന്ന് നമുക്ക് വാഷ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇനി ഞാൻ അത് ചെയ്തിട്ട് കാർ അവിടെ കൊണ്ടിടും. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ പോകുന്നു. ഞാൻ ചുമച്ചൊരു പരുവായി ഗൈസ്. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് വീഡിയോ കട്ടാക്കി പോകുന്നത് കേട്ടോ. അപ്പം ഞാൻ ആ വണ്ടി അവിടെ കൊണ്ടുപോയിട്ടിട്ട് കാർ എടുത്തിട്ട് വരാനായിട്ട് നോക്കുകയാണ്. എനിക്ക് എൻ്റെ പരിപാടികൾ ഏകദേശം കംപ്ലീറ്റ് ആയി. ഇനി ആ ടേബിളൊന്ന് തുടച്ചിടണം. ടേബിൾ തുടച്ചിട്ടിട്ട് ഒന്ന് പോയി കുളിക്കണം. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇനി ചെയ്യാനുണ്ട്. കാരണം മൊത്തത്തിൽ ടയേർഡായി. ചെറിയ കാര്യം ചെയ്യുമ്പോഴത്തേക്കും ടയേർഡായോ എന്ന് വിചാരിക്കരുത്. ഞാൻ അങ്ങനെയാണ്. എനിക്കിപ്പം മീൻസ് ഞാനൊരു ചെറിയ പണി ചെയ്യുമ്പോഴത്തേക്കും ഞാൻ പെട്ടെന്ന് ടയേർഡാവും. എന്ന് വെച്ചാൽ ഹെവി ആയിട്ട് ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോഴത്തേക്കും ഞാൻ പെട്ടെന്ന് ടയേർഡാവും. ഞാൻ ആ ടേബിളൊക്കെ ഒന്ന് പോയിട്ട് വളരെ മസിൽ പിടിച്ചിട്ടാണ് തുടയ്ക്കണേ. അപ്പോൾ ഞാനതൊക്കെ തുടച്ച് ഏകദേശം പറ്റുന്നത് പോലെയൊക്കെ ക്ലീൻ ചെയ്തിട്ടിട്ടുണ്ട്. ഞങ്ങൾ നേരത്തെ ഇത് ഞങ്ങളുടെ റെൻറ്റഡ് ഹൗസ് ആട്ടോ. അപ്പോൾ ഞങ്ങൾ ഇതിന് മുന്നേ 2 സ്ഥലത്ത് 2 റെൻറ്റഡ് ഹൗസിൽ താമസിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെയാണെങ്കിൽ ഭയങ്കര നമ്മളൊരു റെൻറ്റ് ഹൗസ് കഴിഞ്ഞിട്ട് ഒരു വീട്ടിൽ നിന്ന് വേറൊരു വീട്ടിലേക്ക് പോകുമ്പോൾ ഒരുപാട് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാവും എന്തുമാത്രം ബുദ്ധിമുട്ടാണ് കാര്യങ്ങളെന്നൊക്കെ.
ഞാനും ഇച്ചാനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ക്ലീനിങ് കാര്യങ്ങൾ അത്യാവശ്യം കൂടുതൽ ഞാനായിരുന്നു ചെയ്തത്, അടിച്ചു വാരാനും തുടയ്ക്കാനും. അപ്പം ഒരു വീടെന്ന് പറഞ്ഞാൽ ഫുൾ ടൈലിട്ടാണ്, അപ്പോൾ വൈറ്റ് ടൈലൊക്കെ ആയിരുന്നു. നമുക്ക് ക്ലീൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെയൊക്കെ ഓരോ രീതിയിൽ പോകുന്നു. അപ്പം ഞാനത് കുളിച്ചിട്ട് വന്നു. കുളിയൊക്കെ കഴിഞ്ഞ് പുറത്തേക്കൊക്കെ ഇറങ്ങി കുറച്ച് നേരം മുടിയൊക്കെ നന്നായിട്ട് കൊഴിയുന്നുണ്ട് കേട്ടോ. അങ്ങനെയാണ്. ഓക്കെ, അപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ആൻഡ് നെക്സ്റ്റ് വീഡിയോയിൽ നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരാം കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്തിട്ട് കാണണേ. കമൻറ്റ് ഇടണം, നല്ല നല്ല കമൻറ്റ്സൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നു. കമൻറ്റ്സൊക്കെ വായിച്ചതിന് റിപ്ലൈ കൊടുക്കാൻ എനിക്കിഷ്ടമാണ്. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ എന്ത് വീഡിയോസാണ് ഇടുന്നതെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. നല്ല നല്ല വീഡിയോസായിട്ട് വരാം. എന്തെങ്കിലും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തേണ്ടതാണ്. ഓക്കെ, അപ്പം അത്രയേ ഉള്ളൂ. ബൈ ബൈ, ടേക്ക് കെയർ.